ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്താണ് ഫിറ്റ്, ടൈപ്സ് ഓഫ് ഫിറ്റ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. വാട്ട് ഈസ് മീൻ ബൈ ഫിറ്റ്? വെൻ ടു പാർട്സ് ആർ ടു ബി അസംബിൾഡ്, ദ റിലേഷൻ റിസൾട്ടിംഗ് ഫ്രം ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദെയർ സൈസസ് ബിഫോർ അസംബ്ലി ഈസ് കോൾഡ് എ ഫിറ്റ്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, എ ഫിറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ദ ഡിഗ്രി ഓഫ് ടൈറ്റ്നെസ് ആൻഡ് ലൂസ്നെസ് ബിറ്റ്വീൻ ടു മേറ്റിംഗ് പാർട്സ്. ഇപ്പോൾ രണ്ട് മേറ്റിംഗ് പാർട്സ്, എക്സാമ്പിളായിട്ട് നമ്മളൊരു ഷാഫ്റ്റും ഒരു ഹോളും എടുക്കുകയാണെങ്കിൽ, ഷാഫ്റ്റ് ഹോളിലേക്ക് നമ്മൾ മേറ്റ് ചെയ്യാൻ നേരത്ത് അത് എത്രത്തോളം ടൈറ്റാണ് ലൂസാണ് എന്നുള്ളത് തീരുമാനിക്കുന്നത് ഫിറ്റാണ്. അപ്പോൾ ഫിറ്റ് എന്ന് പറയുമ്പോൾ ദ ഡിഗ്രി ഓഫ് ടൈറ്റ്നെസ് ആൻഡ് ലൂസ്നെസ് ആണ്. ദെൻ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിറ്റ് നോക്കാം. ക്ലിയറൻസ് ഫിറ്റ്, ഇൻ്റർഫറൻസ് ഫിറ്റ് ആൻഡ് ട്രാൻസിഷൻ ഫിറ്റ്. നമ്മൾ ഓൾറെഡി ക്ലിയറൻസും ഇൻ്റർഫറൻസും എന്താണെന്ന് കണ്ടിരുന്നു. ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ ഷാഫ്റ്റിനും അതുപോലെ ഹോളിനും ഇടയ്ക്ക് ഗ്യാപ്പുണ്ട്. ഇൻ്റർഫറൻസ് എന്ന് പറയുമ്പോൾ ഷാഫ്റ്റ് വലുതാണ്, ഹോള് ചെറുതാണ്. ദെൻ ട്രാൻസിഷൻ ഫിറ്റ്. അപ്പോൾ നമുക്കിനി വൺ ബൈ വൺ ആയിട്ട് ഓരോന്ന് എന്താണെന്നുള്ളത് നോക്കാം. ദെൻ ഇത് ഫിറ്റും ഫിറ്റിൻ്റെ ക്ലാസിഫിക്കേഷനുമാണ് ഈ കാണുന്നത്. ദെൻ നമുക്ക് പഠിക്കാനുള്ള ഫിറ്റ്, ക്ലിയറൻസ്, ട്രാൻസിഷൻ ആൻഡ് ഇൻ്റർഫറൻസ്. ദെൻ ഓരോന്നിൻ്റെയും സബ് ഡിവിഷൻസുമാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് ക്ലിയറൻസ് ഫിറ്റ്. ദ ഷാഫ്റ്റ് ഓഫ് ക്ലിയറൻസ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഓൾറെഡി അറിയാം. ഷാഫ്റ്റും ഹോളും തമ്മിലുള്ള ഒരു ഗ്യാപ്പ് ഉണ്ട് എങ്കിൽ അവിടെ ക്ലിയറൻസ് എന്ന് നമ്മൾ പറയും. ദെൻ വാട്ട് ഈസ് ക്ലിയറൻസ് ഫിറ്റ്? ദ ഷാഫ്റ്റ് ഓഫ് ലാർജസ്റ്റ് പോസിബിൾ ഡയമീറ്റർ can also be fitted easily even in the hole of a smallest possible diameter. അതായത് നമ്മൾ ഒരു അപ്പർ ലിമിറ്റുള്ള ഒരു ഷാഫ്റ്റ് എടുത്തു, ദെൻ ലോവർ ലിമിറ്റുള്ള ഒരു ഹോൾ എടുത്തു. അപ്പർ ലിമിറ്റ് എന്നുള്ള ഷാഫ്റ്റ് എന്ന് പറയുമ്പം മാക്സിമം പോസിബിൾ ഡയമീറ്റർ ഉള്ള ഷാഫ്റ്റാണ്. ദെൻ ലോവർ ലിമിറ്റ് ഓഫ് ദ ഹോൾ എന്ന് പറയുമ്പോൾ മിനിമം പോസിബിൾ ഡയമീറ്റർ ഉള്ള ഹോളാണ്. അപ്പം ഇത് രണ്ടും നമ്മൾ മേറ്റ് ചെയ്യാൻ നേരത്ത് അതിനിടയ്ക്കൊരു ഗ്യാപ്പ് വരുന്നുണ്ട് എങ്കിൽ ദാറ്റ് ഈസ് ക്ലിയറൻസ് ഫിറ്റ്. മീൻസ് ഷാഫ്റ്റ് അതിൻ്റെ മാക്സിമം ഡയമീറ്ററിലും ഹോൾ അതിൻ്റെ മിനിമം ഡയമീറ്ററിൽ ഇരുന്നപ്പോൾ പോലും ഷാഫ്റ്റിനും ഹോളിനും ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ട് എങ്കിൽ ഷാഫ്റ്റ് പിന്നീട് അപ്പർ ലിമിറ്റിൽ നിന്ന് അത് ലോവർ ലിമിറ്റിലേക്ക് മാറാൻ നേരത്തോ ഹോൾ അതിൻ്റെ ലോവർ ലിമിറ്റിൽ നിന്ന് അപ്പർ ലിമിറ്റിലേക്ക് പോകാൻ നേരത്തോ ഈ ക്ലിയറൻസ് എന്ന് പറയുന്നത് കൂടത്തേ ഉള്ളൂ. അപ്പോൾ അതാണ് ക്ലിയറൻസ് ഫിറ്റ്. അപ്പോൾ ഇവിടെ ക്ലിയറൻസ് ഫിറ്റിൽ ഒരു ചെറിയ ഗ്യാപ്പ് എപ്പോഴും ഷാഫ്റ്റിനും ഹോളിനും ഇടയ്ക്ക് ഉണ്ടാകും. അപ്പോൾ ആ ഗ്യാപ്പ് മാക്സിമം വേണോ അല്ലെങ്കിൽ മിനിമം വേണോ അല്ലെങ്കിൽ അതിനിടയ്ക്ക് വേണോ എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലിയറൻസ് ഫിറ്റ് വരിക. അപ്പോൾ അതാണ് എഴുതിയിരിക്കുന്നത്. ഷാഫ്റ്റ് ഓഫ് ലാർജസ്റ്റ് പോസിബിൾ ഡയമീറ്റർ മീൻസ് ഷാഫ്റ്റിൻ്റെ അപ്പർ ലിമിറ്റ് ക്യാൻ ഓൾസോ ബി ഫിറ്റഡ് ഈസിലി ഈവൻ ദ ഹോൾ ഓഫ് സ്മോളസ്റ്റ് ഡയമീറ്റർ മീൻസ് ഹോളിൻ്റെ ലോവർ ലിമിറ്റ്. ഇൻ ക്ലിയറൻസ് ഫിറ്റ് ആൻ എയർ സ്പേസ് ഓർ ക്ലിയറൻസ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ ഷാഫ്റ്റ് ആൻഡ് ഹോൾ. ദെൻ ക്ലിയറൻസ് ഫിറ്റ് എക്സിസ്റ്റ് വെൻ ദ ഷാഫ്റ്റ് ആൻഡ് ദ ഹോൾ ആർ അറ്റ് ദിയർ മാക്സിമം മെറ്റൽ കണ്ടീഷൻ. എന്താണത് മീൻ ചെയ്യുന്നത്? ഷാഫ്റ്റ് അതിൻ്റെ അപ്പർ ലിമിറ്റിലും ഹോൾ അതിൻ്റെ ലോവർ ലിമിറ്റിലും ഉള്ള കേസിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് ക്ലിയറൻസ് ഫിറ്റ്. പിന്നെയുള്ള ഷാഫ്റ്റിൻ്റെ അപ്പർ ലിമിറ്റിൽ നിന്നുള്ള ലോവർ ലിമിറ്റിലേക്കും ഹോളിൻ്റെ ലോവർ ലിമിറ്റിൽ നിന്നുള്ള അപ്പർ ലിമിറ്റിലേക്കുള്ള പല വേരിയേഷൻസിലും ഈ ഗ്യാപ്പ് കൂടത്തേ ഉള്ളൂ എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ക്ലിയറൻസ് ഫിറ്റിൽ എന്താ സംഭവിക്കുന്നത്? ഷാഫ്റ്റ് അപ്പർ ലിമിറ്റിലുമാണ്, ഹോൾ അതിൻ്റെ ലോവർ ലിമിറ്റും ഉള്ളപ്പം ഗ്യാപ്പ് ഉണ്ട്. ദാറ്റ് ഈസ് ക്ലിയറൻസ് ഫിറ്റ്. ഷാഫ്റ്റ് അതിൻ്റെ അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നതാണ് ഷാഫ്റ്റിനെ സംബന്ധിച്ച് മാക്സിമം മെറ്റൽ കണ്ടീഷൻ. ഹോൾ അതിൻ്റെ ലോവർ ലിമിറ്റ് എന്ന് പറയുമ്പോൾ ഹോളിനെ സംബന്ധിച്ച് മാക്സിമം മെറ്റൽ കണ്ടീഷൻ. അപ്പോൾ അതാണ് പറയുന്നത് ക്ലിയറൻസ് ഫിറ്റ് എക്സിസ്റ്റ് വെൻ ദ ഷാഫ്റ്റ് ആൻഡ് ദ ഹോൾ ആർ അറ്റ് ദെയർ മാക്സിമം മെറ്റൽ കണ്ടീഷൻസ്. നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഷാഫ്റ്റും ഹോളും മാക്സിമം ക്ലിയറൻസും മിനിമം ക്ലിയറൻസും എന്താണെന്നുള്ളത്.
ഈ കാണുന്നതാണ് ക്ലിയറൻസ് ഫിറ്റ്. ഷാഫ്റ്റിനും ഹോളിനും ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, ക്ലിയറൻസ് ഉണ്ട്. ആ ക്ലിയറൻസ് മാക്സിമം ആകാം അല്ലെങ്കിൽ മിനിമം ആകാം. ദെൻ ഇൻ ക്ലിയറൻസ് ഫിറ്റ് എന്തായിരിക്കും? ഹോൾ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഷാഫ്റ്റ് ആയിരിക്കും. ഹോൾ ആയിരിക്കും വലുത്, ഷാഫ്റ്റ് ചെറുതായിരിക്കും. ദെൻ സച്ച് ഫിറ്റ്സ് ഗീവ് ലൂസ് ജോയിൻറ്റ്. അപ്പോൾ ക്ലിയറൻസ് ഫിറ്റ് ഉള്ള ജോയിൻറ്റുകൾ, ഇപ്പോൾ നമ്മളിപ്പോൾ അതിന് എക്സാമ്പിൾ ഷാഫ്റ്റും ഹോളും എടുത്താൽ അത് ലൂസ് ആയിരിക്കും. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ബിയറിങ്സൊക്കെ, ജേണൽ ബിയറിങ്സ്, ബോൾ ബിയറിങ്സിലൊക്കെ ഹോളും ഷാഫ്റ്റും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടാകും. ആ ഗ്യാപ്പിൽ മേ ബി ബിയറിങ്ങിൽ ഓയിൽ ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ ബോൾ ബിയറിങ്സ് ഫില്ല് ചെയ്യാം, ബോൾസ് ഫില്ല് ചെയ്യാം, എക്സെട്ര. എ ക്ലിയറൻസ് ഫിറ്റ് ഹൗ പോസിറ്റീവ് അലവൻസ് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. അപ്പോൾ ക്ലിയറൻസ് ഫിറ്റ് കൊണ്ട് എന്താ ഗുണം? അലൗസ് റൊട്ടേഷൻ ഓർ സ്ലൈഡിങ് ബിറ്റ്വീൻ ദ മേറ്റിംഗ് പാർട്സ്. അപ്പോൾ രണ്ട് മേറ്റിംഗ് പാർട്സ് ഉണ്ടെങ്കിൽ ഈ ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് തന്നെ റൊട്ടേഷൻ പോസിബിൾ ആണ്, അതോടൊപ്പം തന്നെ സ്ലൈഡിങ്ങും പോസിബിൾ ആണ്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ബിയറിങ്. ദെൻ ടൈപ്സ് ഓഫ് ക്ലിയറൻസ് ഫിറ്റ് എന്തൊക്കെയാണ്? ഡിഫറെൻറ്റ് ടൈപ്സ്: ഈസി സ്ലൈഡ്, റണ്ണിങ്, ലൂസ് റണ്ണിങ്, സ്ലൈഡ് ഫിറ്റ്. ഇത്രയും ടൈപ്പ് കൊണ്ട് നമുക്ക് നോക്കാം. ദെൻ ഫസ്റ്റ് വൺ, സ്ലൈഡ് ഫിറ്റ്. സ്ലൈഡ് ഫിറ്റിൽ എന്താ ഉള്ളത്? വെരി സ്മോൾ ക്ലിയറൻസ്, മീൻസ് അവിടെയും ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ മിനിമം ആയിരിക്കും. These fits are employed when the mating parts are required to move slowly in relation to each other. അപ്പോൾ വളരെ സ്ലോ ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ് രണ്ട് മേറ്റിംഗ് പാർട്സിന് ഇടയ്ക്കുള്ളെങ്കിൽ അവിടെ വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു ക്ലിയറൻസ് മതി. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ടെയിൽ സ്റ്റോക്ക് സ്പിൻഡിൽ, ഫീഡ് മൂവ്മെൻറ്റ് ഓഫ് ദ സ്പിൻഡിൽ ക്യുക്ക് ഇൻ എ ഡ്രില്ലിംഗ് മെഷീൻ, എക്സെട്ര. It is used on those mating parts where great precision is required. Then it provides medium allowance. Then അടുത്തതാണ് ഈസി സ്ലൈഡ്. മീൻസ് ആ പേര് പോലെ തന്നെ കുറച്ചും കൂടെ ഈസിയാണ്, മീൻസ് ക്ലിയറൻസ് കുറച്ചും കൂടെ കൂടുതലാണ്. Provides for a small guaranteed clearance. Applicable for slow and non-regular motion. An example, spindle of lathe and dividing heads, piston and slide valves, etc. Then അടുത്തതാണ് റണ്ണിങ് ഫിറ്റ്. അപ്പോൾ റണ്ണിങ് ഫിറ്റിൽ കുറച്ചുകൂടെ ക്ലിയറൻസ് കൂടി. ആപ്ലിക്കബിൾ ക്ലിയറൻസ് ബിറ്റ്വീൻ മേറ്റിംഗ് പാർട്സ്, എംപ്ലോയിഡ് ഫോർ റൊട്ടേഷൻ അറ്റ് മോഡറേറ്റ് സ്പീഡ്സ്. അപ്പോൾ ഇവിടെ മേറ്റിംഗ് പാർട്സ് തമ്മിൽ റൊട്ടേഷൻ ഉണ്ട് എങ്കിൽ അത് കുറച്ചും കൂടെ സ്പീഡ് കൂടുതൽ, ഒരു മോഡറേറ്റ് സ്പീഡ് കാറ്റഗറിയിലേക്ക് മാറാൻ അവിടെ ക്ലിയറൻസ് കൂടുതലായതുകൊണ്ട് സാധിക്കുന്നു. For running fit, the dimension of shaft should be smaller enough to maintain a film of oil for lubrication. Okay, it is used in bearing pair, shaft pulleys, etc. Then അടുത്തതാണ് സ്ലാഗ് റണ്ണിങ് ഫിറ്റ്. അവിടെ എന്തായിരിക്കും ഉണ്ടാവുക? അഗെയിൻ ക്ലിയറൻസ് കൂടി. കൺസിഡറബിൾ ക്ലിയറൻസ് ബിറ്റ്വീൻ മേറ്റിംഗ് പാർട്സ്, required for compensation of mounting errors. അപ്പോൾ അതിന് എക്സാമ്പിൾ ആം ഷാഫ്റ്റ് ഓഫ് IC എഞ്ചിൻ, ഷാഫ്റ്റ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ്. then അടുത്താണ് ലൂസ് റണ്ണിങ് ഫിറ്റ്. അവിടെ എന്തായിരിക്കും? എംപ്ലോയിഡ് ഫോർ റൊട്ടേഷൻ അറ്റ് വെരി ഹൈ സ്പീഡ്. അപ്പോൾ വെരി ഹൈ സ്പീഡ് ആപ്ലിക്കേഷന് വേണ്ടിയാണ് ലൂസ് റണ്ണിങ് ഫിറ്റ്. ഇറ്റ് ഹാസ് ലാർജസ്റ്റ് ക്ലിയറൻസ്. അപ്പോൾ അതിന് എക്സാമ്പിൾ സ്റ്റീം ടർബൈൻ ഷാഫ്റ്റ് നിയറിംഗ് എന്താ ബിയറിംഗ് അറ്റ് 3000 RPM. then അടുത്തതാണ് ഇൻ്റർഫറൻസ് ഫിറ്റ്. എന്താണ് ഇൻ്റർഫറൻസ് ഫിറ്റ്? നമ്മൾ ഓൾറെഡി എന്താണ് ഇൻ്റർഫറൻസ് എന്ന് കണ്ടു. ഷാഫ്റ്റ് വലുതും ഹോള് ചെറുതുമായിട്ടുള്ളതാണ് ഇൻ്റർഫറൻസ്. ദെൻ അത്തരത്തിലുള്ള മേറ്റിംഗ് പാർട്സുകൾ തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഫിറ്റിനെയാണ് ഇൻ്റർഫറൻസ് ഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയറൻസ് ഫിറ്റിൽ ഡിഫറെൻറ്റ് ടൈപ്സ് വരാൻ കാരണം എന്താണ്? ആ ക്ലിയറൻസ് മാക്സിമം ഉണ്ട്, മിനിമം ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ മാക്സിമവും മിനിമവും അതിനിടയ്ക്ക് വരുന്ന എല്ലാ ക്ലിയറൻസും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓരോ ആപ്ലിക്കേഷന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും. അപ്പോൾ ഓരോ ആപ്ലിക്കേഷനും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ക്ലിയറൻസ് റേഞ്ച് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഇൻ്റർഫറൻസ്, അതുപോലെ തന്നെയാണ് ഇൻ്റർഫറൻസും അതിൻ്റെ ടൈപ്സും.
No matter whatever may be the tolerance level in the shaft and hole, there is always a overlapping of the mating parts. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഷാഫ്റ്റ് വലുത് അല്ലെങ്കിൽ ഹോള് ചെറുത്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ഓവർലാപ്പിംഗ് ഓഫ് ദ മേറ്റിംഗ് പാർട്സ്. മേറ്റ് ചെയ്യുന്ന പാർട്സുകൾ തമ്മിൽ ഓവർലാപ്പിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഇൻ്റർഫറൻസ് ഫിറ്റ്. അപ്പോൾ നമ്മൾ എന്താണ് ഇൻ്റർഫറൻസ് എന്ന് കണ്ടു, അതേ കാര്യം തന്നെയാണ് ഇൻ്റർഫറൻസ് ഫിറ്റ്. Interference fit is a form of a tight fit. A negative difference between diameter of the hole and shaft is called interference. അപ്പോൾ ക്ലിയറൻസിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്, ഇൻ്റർഫറൻസിൽ ഗ്യാപ്പ് ഇല്ല. ഇപ്പോൾ ക്ലിയറൻസിലെ എല്ലാ ഫിറ്റിലും ഗ്യാപ്പ് ഉണ്ടാകും. അതായത് ക്ലിയറൻസിലെ മാക്സിമം മുതൽ മിനിമം വരെയുള്ള റേഞ്ച് ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്കെല്ലാം ക്ലിയറൻസ് ഉണ്ട്. ഇൻ്റർഫറൻസ് പറയുമ്പം ഇൻ്റർഫറൻസും മാക്സിമം ഇൻ്റർഫറൻസും മിനിമം ഇൻ്റർഫറൻസും ഉണ്ട്. ദെൻ ആ ഇൻ്റർഫറൻസ് മാക്സിമത്തിനും മിനിമത്തിനും ഇടയ്ക്ക് നമുക്ക് ഏതാണോ ആപ്ലിക്കേഷൻ, ആ ആപ്ലിക്കേഷന് സൂട്ടബിൾ ആയിട്ടുള്ള ഇൻ്റർഫറൻസ് എപ്പോഴും പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ ഈ കാണുന്നതാണ് നമ്മൾ നേരത്തെ കണ്ട ഡയഗ്രമാണ്. ഇൻ്റർഫറൻസ് എന്ന് പറയുമ്പോൾ ഓവർലാപ്പിംഗ് ആണ്. ഇവിടെ ഷാഫ്റ്റ് വലുത്, ഹോള് ചെറുത്. അപ്പോൾ നമുക്ക് ഇൻ്റർഫറൻസ് മാക്സിമം വെക്കാം, അതുപോലെ തന്നെ മിനിമം ഇൻ്റർഫറൻസും വെക്കാം. അപ്പോൾ മാക്സിമം വേണോ മിനിമം വേണോ അതിനിടയ്ക്കുള്ള ഏതെങ്കിലും ഒരു ഇൻ്റർഫറൻസ് വേണോ എന്നുള്ളതൊക്കെ ഓരോ ആപ്ലിക്കേഷനും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫിറ്റ് ഏതാണോ വേണ്ടത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും സെറ്റ് ചെയ്യുക. ഈ കാണുന്നതാണ് ഇൻ്റർഫറൻസ് ഫിറ്റ്. അപ്പോൾ ഇൻ്റർഫറൻസ് ഫിറ്റിൽ എന്തായിരിക്കും? അവിടെ ഹോൾ എന്ന് പറയുന്നത് ചെറുതായിരിക്കും, അല്ലെങ്കിൽ ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഹോളിനേക്കാളും വലുതായിരിക്കും. In such cases, the diameter of the shaft is always larger than the hole diameter. Okay, minimum permissible diameter of the shaft is larger than the maximum allowable diameter. അപ്പോൾ ഇൻ്റർഫറൻസ് ഫിറ്റ് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഷാഫ്റ്റ് അതിൻ്റെ ലോവർ ലിമിറ്റിലും ഹോള് അതിൻ്റെ അപ്പർ ലിമിറ്റിലിരിക്കുക. മീൻസ് ഹോളിന് വലുതാകാൻ പറ്റുന്ന അത്രയും വലുതായി, ഷാഫ്റ്റിന് ചെറുതാകാൻ പറ്റുന്ന അത്രയും ചെറുതായി. എന്നിട്ട് പോലും അതിനിടയ്ക്കൊരു ഗ്യാപ്പില്ല, എന്നിട്ട് പോലും ഓവർലാപ്പിംഗ് ഉണ്ട് എങ്കിൽ നമുക്ക് മനസ്സിലാകും അതൊരു ഇൻ്റർഫറൻസ് ഫിറ്റാണ് എന്ന്. മീൻസ് പിന്നീട് ഷാഫ്റ്റ് അതിൻ്റെ ലോവർ ലിമിറ്റിൽ നിന്ന് അപ്പർ ലിമിറ്റിലോട്ട് പോയാലും ഹോൾ അതിൻ്റെ അപ്പർ ലിമിറ്റിൽ നിന്ന് ലോവർ ലിമിറ്റിലേക്ക് പോയാലും ഒക്കെ ഈ ഇൻ്റർഫറൻസ് ഫിറ്റ് മിനിമത്തിൽ നിന്ന് മാക്സിമത്തിലേക്ക് പോകത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ആ കാര്യം പറയുന്നത്. ഇൻ്റർഫറൻസ് ഫിറ്റിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ മിനിമം ഡയമീറ്റർ ഓഫ് ദ ഷാഫ്റ്റ് ഈസ് ലാർജർ ദാൻ ദ മാക്സിമം ഡയമീറ്റർ ഓഫ് ദ ഹോൾ. ഹോൾ അതിൻ്റെ മാക്സിമം ഡയമീറ്ററിൽ ഇരുന്നാൽ കൂടിയും അതിനേക്കാളും വലുതാണ് ഷാഫ്റ്റിൻ്റെ മിനിമം ഡയമീറ്റർ അല്ലെങ്കിൽ ഷാഫ്റ്റിൻ്റെ ലോവർ ലിമിറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും അവിടെ ഓവർലാപ്പിംഗ് ഉണ്ടാകും, അവിടെ ഇൻ്റർഫറൻസ് ഫിറ്റ് ഉണ്ടാകും. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ കമ്പോണൻസ് വെയർ മോഷൻ പവർ ഹാസ് ടു ബി ട്രാൻസ്മിറ്റഡ്. അപ്പോൾ എവിടെയാണ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട കേസുകൾ? ഇപ്പോൾ ഒരു രണ്ട് ഷാഫ്റ്റുകൾ തമ്മിൽ ജോയിൻ ചെയ്തുകൊണ്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് ഏത് കേസിലാണോ അവിടെയായിരിക്കും നമ്മളിത് യൂസ് ചെയ്യുക. ദെൻ അടുത്തതാണ് നമുക്ക് ടൈപ്സ് ഓഫ് ഇൻ്റർഫറൻസ്. നമ്മൾ പറഞ്ഞു ഇൻ്റർഫറൻസ് മാക്സിമം ആകാം, മിനിമം ആകാം. ദെൻ എത്ര റേഞ്ചിലുള്ള ഇൻ്റർഫറൻസ്, മാക്സിമം വേണോ മിനിമം വേണോ മീഡിയം വേണോ അതിനിടയ്ക്കുള്ള ഏതെങ്കിലും ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ളത് വേണോ എന്നുള്ളത് ആപ്ലിക്കേഷനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ആ ഇൻ്റർഫറൻസിൻ്റെ റേഞ്ചിനെ അനുസരിച്ചായിരിക്കും ടൈപ്സ് വരിക. ടൈപ്സ് ഓഫ് ഇൻ്റർഫറൻസ് ഫിറ്റ്: ഷ്രിങ്ക് ഫിറ്റ് ഓർ ഹെവി ഫോഴ്സ് ഫിറ്റ്, ടൈറ്റ് ഫിറ്റ് ആൻഡ് ഫോഴ്സ് ഫിറ്റ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഫോഴ്സ് ഫിറ്റ്. ദീസ് ഫിറ്റ്സ് are employed when the mating parts are not required to be assembled during their total service life. അപ്പോൾ രണ്ട് മേറ്റിംഗ് പാർട്സ് തമ്മിൽ വൺസ് ജോയിൻ ചെയ്താൽ പിന്നീട് നമ്മൾ അത് വേർപിരിക്കുന്നില്ല, ഡിസ്അസംബിൾഡ് ചെയ്യുന്നില്ല എങ്കിൽ ദാറ്റ് ഈസ് ഫോഴ്സ് ഫിറ്റ്. അസംബ്ലി ഈസ് ഒബ്റ്റെയിൻഡ് ഓൺലി വെൻ ഹൈ പ്രഷർ ഈസ് അപ്ലൈഡ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫിറ്റ് ചെയ്യുന്നില്ല, കാരണം അവിടെ ഇൻ്റർഫറൻസ് കൂടുതലായതുകൊണ്ട് തന്നെ ഹൈ പ്രഷർ കൊടുത്തുകൊണ്ടായിരിക്കും അവിടെ രണ്ട് മേറ്റിംഗ് പാർട്സ് തമ്മിൽ മെയ്റ്റ് ചെയ്യിക്കുക. അങ്ങനെ മെയ്റ്റ് ചെയ്താൽ അത് പെർമനൻ്റ് ആയിരിക്കും, പിന്നീട് നമ്മൾ അത് മാറ്റുന്നില്ല. ഗിയേഴ്സ് ഓൺ ദ ഷാഫ്റ്റ് ഓഫ് എ കോൺക്രീറ്റ് മിക്സർ, ഫോർജിങ് മെഷീൻ എക്സെട്ര. ഇനി അടുത്താണ് ടൈറ്റ് ഫിറ്റ്.
പ്രൊവൈഡ്സ് ലെസ് ഇൻ്റർഫറൻസ് ദാൻ ഫോഴ്സ് ഫിറ്റ്. ഫോഴ്സ് ഫിറ്റിനേക്കാളും കുറച്ചും കൂടെ ഇൻ്റർഫറൻസ് കുറഞ്ഞ ഒന്നാണ് ടൈറ്റ് ഫിറ്റ്. അപ്പോൾ ഇവിടെ ഈ ഇത്തരത്തിലുള്ള ഫിറ്റ് നമുക്ക് എവിടെയായിരിക്കും ആപ്ലിക്കേഷൻ വരിക? ദീസ് ഫിറ്റ്സ് ആർ എംപ്ലോയിഡ് ഫോർ മേറ്റിംഗ് പാർട്സ് ദാറ്റ് മേ ബി റീപ്ലേസ്ഡ് വൈൽ ഓവർഹോളിംഗ് ഓഫ് ദ മെഷീൻ. എന്നേലും ഒരിക്കൽ നമ്മൾ മേറ്റ് ചെയ്ത പാർട്സിനെ ഊരി മാറ്റി റീപ്ലേസ് ചെയ്യേണ്ട ഒരു കേസ് വന്നാൽ അങ്ങനെ ചെയ്യാൻ പറ്റണം. അപ്പം അത്തരത്തിലുള്ള ഒരു ഇൻ്റർഫറൻസ് ആയിരിക്കണം അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതാണ് ടൈറ്റ് ഫിറ്റ്. എക്സാമ്പിൾ, സ്റ്റെപ്ഡ് പുള്ളീസ് ഓൺ ദ ഡ്രൈവ് ഷാഫ്റ്റ് ഓഫ് എ കൺവെയർ, സിലിണ്ടറിക്കൽ ഗ്രൈൻഡിങ് മെഷീൻ എക്സെട്ര. ദെൻ അടുത്തതാണ് ഷ്രിങ്ക് ഫിറ്റ് ഓർ ഹെവി ഫോഴ്സ് ഫിറ്റ്. പേര് പോലെ തന്നെ ഇറ്റ് റെഫേഴ്സ് ടു മാക്സിമം നെഗറ്റീവ് അലവൻസ് എന്ന് പറഞ്ഞാൽ മാക്സിമം ഇൻ്റർഫറൻസ് ഉള്ളതാണ് ഷ്രിങ്ക് ഫിറ്റ് or heavy force fit. Considerable force is necessary for the assembly. In assembly of the hole and the shaft, the hole is expanded by heating and then rapidly cooled in its position. അപ്പോൾ ഇവിടെ ഇൻ്റർഫറൻസ് മാക്സിമം ആയതുകൊണ്ട് തന്നെ ഷാഫ്റ്റ് ഹോളിലേക്ക് കയറണമെങ്കിൽ ഹോളിനെ ഹീറ്റ് ചെയ്തിട്ട് ഷാഫ്റ്റ് ഹോളിലേക്ക് കയറ്റുന്നു, എന്നിട്ട് പെർമനൻ്റ് ആക്കി വെക്കുന്നു. കാരണം ഹെവി ആയിട്ടുള്ളൊരു ഫോഴ്സ് ഇതിനാവശ്യമാണ്. It is used in fitting of rims etc. Then അടുത്തതാണ് ട്രാൻസിഷൻ ഫിറ്റ്. ആ പേര് പോലെ തന്നെ ട്രാൻസിസ്റ്റ് ചെയ്യുന്നു. ട്രാൻസിഷൻ മീൻസ് ക്ലിയറൻസ് ചെയ്യുന്ന ഇൻ്റർഫറൻസിലേക്ക് വരാം, ഇൻ്റർഫറൻസ് ചെയ്ത് ക്ലിയറൻസിലേക്കും വരാം, ഡിപ്പെൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ക്ലിയറൻസ് ഫിറ്റിൽ ആ ഷാഫ്റ്റിൻ്റെയും ഹോളിൻ്റെയും റേഞ്ച് എടുത്താൽ അവിടെ ക്ലിയറൻസ് മാത്രമേ ഉണ്ടാവൂ. ഇൻ്റർഫറൻസ് ഫിറ്റിലും ഷാഫ്റ്റിൻ്റെയും ഹോളിൻ്റെയും ആ റേഞ്ച് എടുത്താൽ അവിടെ ഇൻ്റർഫറൻസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതെങ്ങനെ മനസ്സിലായി? ക്ലിയറൻസ് ഫിറ്റ് എടുക്കുകയാണെങ്കിൽ അവിടെ ഷാഫ്റ്റ് അതിൻ്റെ മാക്സിമം ഡയമീറ്ററിലും ഹോൾ അതിൻ്റെ മിനിമം ഡയമീറ്ററിലായിരിക്കുമ്പോൾ പോലും ഗ്യാപ്പ് ഉണ്ട്. ദെൻ അവിടെ ക്ലിയറൻസ് ഫിറ്റ് മാത്രമേ ഉണ്ടാകൂ. ഇൻ്റർഫറൻസ് ഫിറ്റിൽ ഷാഫ്റ്റ് അതിൻ്റെ ലോവർ ലിമിറ്റ് ഏറ്റവും ചെറുതായിരുന്നപ്പോഴും ഹോള് അതിൻ്റെ മാക്സിമം ഡയമീറ്ററായ അപ്പർ ലിമിറ്റ് ഇരുന്നപ്പോൾ പോലും ഒരു ഗ്യാപ്പില്ല. ദെൻ അവിടെ ഇൻ്റർഫറൻസ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇനി ട്രാൻസിഷൻ ഫിറ്റ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അവിടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റിനനുസരിച്ച് ക്ലിയറൻസും വരാം, അതുപോലെ തന്നെ ഇൻ്റർഫറൻസും വരാം. ക്ലിയറൻസ് മാത്രം വരത്തില്ല, ഇൻ്റർഫറൻസ് മാത്രം വരത്തില്ല, കുറച്ച് ക്ലിയറൻസും ഇൻ്റർഫറൻസും വരാവുന്ന ഒരു ഫിറ്റാണ് ട്രാൻസിഷൻ ഫിറ്റ്. ഇറ്റ് ലൈസ് midway between clearance fit and interference fit. In this type, the size limits of mating parts are so selected that either clearance or interference fit may occur depending upon the actual sizes of the parts. അപ്പോൾ നമുക്കിവിടെ ഈ ഷാഫ്റ്റിൻ്റെയും ഹോളിൻ്റെയും ലോവറും അപ്പർ ലിമിറ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ക്ലിയറൻസ് വേണമെങ്കിൽ ക്ലിയറൻസ്, ഇൻ്റർഫറൻസ് വേണമെങ്കിൽ ഇൻ്റർഫറൻസ്, അത്തരത്തിൽ സെറ്റാക്കാൻ പറ്റുന്ന ഒന്നാണ് ട്രാൻസിഷൻ ഫിറ്റ്. ദെൻ ഒരു ട്രാൻസിഷൻ ഫിറ്റിൻ്റെ ഒരു ഡയഗ്രമാണ് കാണിച്ചിരിക്കുന്നത്. ഹോളിൻ്റെയും ഷാഫ്റ്റിൻ്റെയും ടോളറൻസ് വെച്ചുകൊണ്ട് നമുക്ക് ക്ലിയറൻസ് വേണമെങ്കിൽ ക്ലിയറൻസ് അല്ലെങ്കിൽ ഇൻ്റർഫറൻസ് വേണമെങ്കിൽ ഇൻ്റർഫറൻസ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ട്രാൻസിഷൻ ഫിറ്റ്സ് ആർ എ കോംപ്രമൈസ് ബിറ്റ്വീൻ ക്ലിയറൻസ് ആൻഡ് ഇൻ്റർഫറൻസ് ഫിറ്റ്. അപ്പോൾ ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിയറൻസ് മാത്രമേ ഉണ്ടാകൂ, ഇൻ്റർഫറൻസ് പറഞ്ഞാൽ ഇൻ്റർഫറൻസ് മാത്രം. ട്രാൻസിഷനിൽ നമുക്ക് ആ ക്ലിയറൻസിലേക്കോ ഇൻ്റർഫറൻസിലേക്കോ ആ റേഞ്ച് ഹോളിൻ്റെയും ഷാഫ്റ്റിൻ്റെയും ലിമിറ്റുകൾ വേരി ചെയ്തുകൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ട്രാൻസിഷൻ ഫിറ്റിലെ ഇങ്ങനെ ടൈപ്പുകളാണ് നമ്മൾ നോക്കുന്നത്. പുഷ് ഫിറ്റ് ആൻഡ് റിങ്ങിങ് ഫിറ്റ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, പുഷ് ഫിറ്റ്. This fit provides small clearance. It is employed for parts that must be disassembled during operation of a machine. അപ്പോൾ നമുക്ക് ഡിസഅസംബിൾ ചെയ്യണം. അപ്പം അങ്ങനെയുള്ള കേസിലാണ് ഇത്തരത്തിലുള്ളൊരു ഫിറ്റ് പ്രൊവൈഡ് ചെയ്യുക. ഇറ്റ് റെഫേഴ്സ് ടു സീറോ അലവൻസ് ആൻഡ് ലൈറ്റ് പ്രഷർ ഈസ് റിക്വയർഡ് ഇൻ അസംബ്ലിംഗ് ഹോൾ ആൻഡ് ഷാഫ്റ്റ്. ദ മൂവിംഗ് പാർട്സ് ഷോ ലീസ്റ്റ് വൈബ്രേഷൻ വിത്ത് ദിസ് ടൈപ്പ് ഓഫ് ഫിറ്റ്. അടുത്താണ് റിങ്ങിങ് ഫിറ്റ്. എ സ്ലൈറ്റ് നെഗറ്റീവ് അലവൻസ്. ഇവിടെ സ്ലൈറ്റ്
പോസിറ്റീവ് അലവൻസ് ആയിരുന്നെങ്കിൽ ഇവിടെ സ്ലൈറ്റ് നെഗറ്റീവ് അലവൻസ് എക്സസ് ബിറ്റ്വീൻ ടു മേറ്റിംഗ് പാർട്സ് ഇൻ റിംഗിങ് ഫിറ്റ്. ഇറ്റ് റിക്വയർസ് പ്രഷർ ടു ഫോഴ്സ് ദ ഷാഫ്റ്റ് ഇൻ ദ ഹോൾ ആൻഡ് ഗിവ് എ ലൈറ്റ് അസംബ്ലി. ഇവിടെ ഇൻ്റർഫറൻസ് ഫിറ്റിൻ്റെ അത്രയും ഒരു ഇൻ്റർഫറൻസ് വരില്ല, ടൈറ്റ്നസ് വരില്ല, അതിനേക്കാളും കുറഞ്ഞൊരു ടൈറ്റ്നസ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഫിക്സിംഗ് കീസ്, പിൻസ് എക്സെട്ര. അപ്പോൾ റിംഗിങ് ഫിറ്റ് പ്രൊവൈഡ്സ് എയ്തർ സീറോ ഇൻ്റർഫറൻസ് ഓർ എ ക്ലിയറൻസ്. ഇതിന് ഈ കാണുന്നത് എക്സാമ്പിൾസ് ആണ്. ക്ലിയറൻസ് ഫിറ്റ്, ഇൻ്റർഫറൻസ് ഫിറ്റ്, ട്രാൻസിഷൻ ഫിറ്റ്. ദെൻ നമുക്കിനി അടുത്തത് ഹോൾ ബേസ് സിസ്റ്റം ആൻഡ് ഷാഫ്റ്റ് ബേസ് സിസ്റ്റത്തിലേക്കാണ് നമ്മളിനി നോക്കാൻ പോവുക. അപ്പോൾ നമുക്ക് രണ്ട് സിസ്റ്റംസ് ഓഫ് ഫിറ്റ് ഉണ്ട്, ഹോൾ ബേസിസ് സിസ്റ്റം ആൻഡ് ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം. എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഹോൾ ബേസിസ് സിസ്റ്റം. പേര് പോലെ തന്നെ ഹോളിനെ ഫിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു സിസ്റ്റം. ഹിയർ ഹോൾ ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ് ആൻഡ് ദ ഷാഫ്റ്റ് സൈസസ് ആർ വേരിഡ് ടു ഗിവ് ദ വേരിയസ് ടൈപ്സ് ഓഫ് ഫിറ്റ്സ്. അതായത് ഹോളിൻ്റെ സൈസ് ഫിക്സ് ചെയ്തു, ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ വേരി ചെയ്തുകൊണ്ട് ക്ലിയറൻസ് ഫിറ്റ്, ട്രാൻസിഷൻ ഫിറ്റ്, ഇൻ്റർഫറൻസ് ഫിറ്റ് ഒക്കെ ചെയ്തെടുക്കാവുന്ന ഒന്നാണ് ഹോൾ ബേസിസ് സിസ്റ്റം. ഹിയർ ലോവർ ഡീവിയേഷൻ ഓഫ് ദ ഹോൾ ഈസ് സീറോ. ഇവിടെ ഹോളിൻ്റെ ലോവർ ഡീവിയേഷൻ എന്ന് പറയുന്നത് സീറോ ആക്കി വെച്ചു. എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ലിമിറ്റ് ഓഫ് ദ ഹോൾ ഈസ് ദ സെയിം ആസ് ബേസിക് സൈസ്. ലോ ലിമിറ്റ് എന്ന് പറയുന്നത് സെയിം ആസ് ബേസിക് സൈസ് ആയിരിക്കും. ദെൻ ഹൈ ലിമിറ്റ് ഓഫ് ഹോൾ ആൻഡ് ദ ടു ലിമിറ്റ്സ് ഓഫ് സൈസ് ഫോർ ദ ഷാഫ്റ്റ് ആർ ദെൻ വേരിഡ് ടു ഗിവ് ദ ഡിസൈർഡ് ടൈപ്പ് ഓഫ് ഫിറ്റ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ വേരി ചെയ്യാം? ഹോളിൻ്റെ ഹൈ ലിമിറ്റ് വേരി ചെയ്യാം, പക്ഷെ ഹോളിൻ്റെ ലോ ലിമിറ്റ് ഫിക്സഡ് ആണ്. ഷാഫ്റ്റിനെ സംബന്ധിച്ച് ഷാഫ്റ്റിൻ്റെ രണ്ട് ലിമിറ്റ് വേരി ചെയ്യാം. ഇപ്പോൾ ഈ കാണുന്നതാണ് ഹോൾ ബേസിസ് സിസ്റ്റം. ഇപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹോളിൻ്റെ ബേസിക് സൈസ്, അതിൽ ഹോള് അതിൻ്റെ ലോവർ ഡീവിയേഷൻ സീറോ ആണ്. ഷാഫ്റ്റ് അതിൻ്റെ ഡയമീറ്റർ വേരി ചെയ്യുന്നതനുസരിച്ച് ക്ലിയറൻസ് ഫിറ്റും ട്രാൻസിഷൻ ഫിറ്റും ഇൻ്റർഫറൻസ് ഫിറ്റും കിട്ടും. അപ്പോൾ അതാണ് ഹോൾ ബേസ്ഡ് സിസ്റ്റം. സൈസ് ഓഫ് ദ ഹോൾ ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്, ഷാഫ്റ്റ് സൈസ് ഈസ് വേരിഡ് ടു ഗെറ്റ് ഡിഫറെൻറ്റ് ഫിറ്റ്സ്. അപ്പോൾ അതേ കാര്യം തന്നെയാണ് ഈ കാണുന്നത്. ദെൻ ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം എന്താണ്? ദ ഷാഫ്റ്റ് ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ് ആൻഡ് ദ സൈസസ് ഓഫ് ദ ഹോൾ ആർ വേരിഡ് ടു ഗിവ് വേരിയസ് ടൈപ്സ് ഓഫ് ഫിറ്റ്. ഇപ്പോൾ ഇവിടെ എന്താണ് കോൺസ്റ്റൻ്റ് ആക്കിയത്? ഷാഫ്റ്റിൻ്റെ സൈസ് കോൺസ്റ്റൻ്റ് ആക്കി വെച്ചു, ഹോളിൻ്റെ സൈസ് വേരി ചെയ്യുന്നു. ഹിയർ അപ്പർ ഡീവിയേഷൻ ഓഫ് ദ ഷാഫ്റ്റ് ഈസ് സീറോ. അപ്പർ ഡീവിയേഷൻ ഓഫ് ദ ഷാഫ്റ്റ് സീറോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ ലിമിറ്റ് ഓഫ് ഷാഫ്റ്റ് ഈസ് സെയിം ആസ് ബേസിക് സൈസ്. ഇപ്പോൾ ഷാഫ്റ്റിൻ്റെ ഹൈ ലിമിറ്റ് എന്ന് പറയുന്നത് ഈക്വൽ ടു ബേസിക് സൈസ് ആയിരിക്കും. ദെൻ ഹോളിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും വേരി ചെയ്യാം. ആൻഡ് ദ വേരിയസ് ഫിറ്റ്സ് ആർ ഒബ്റ്റെയിൻഡ് ബൈ വേരിയിങ് ദ ലോ ലിമിറ്റ് ഓഫ് ഷാഫ്റ്റ് ആൻഡ് ബോത്ത് ദ ലിമിറ്റ് ഓഫ് ഹോൾ. അപ്പോൾ ഇവിടെ ഷാഫ്റ്റിൻ്റെ അപ്പർ ലിമിറ്റ് ബേസിക് സൈസ് ആണ്, ഷാഫ്റ്റിൻ്റെ ലോവർ ലിമിറ്റ് വേരി ചെയ്യാം, ഹോളിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും വേരി ചെയ്യാം. ദെൻ അതാണ് ഈ കാണുന്നത്. ഷാഫ്റ്റ് ഫിക്സ്ഡ് ആണ്, ഹോളിൻ്റെ ഡയമീറ്റർ വേരി ചെയ്യുന്നതനുസരിച്ച് ക്ലിയറൻസും ട്രാൻസിഷനും ഇൻ്റർഫറൻസും കിട്ടും. അപ്പോൾ അതേ കാര്യമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഹോൾ ബേസ് സിസ്റ്റം, ഷാഫ്റ്റ് ബേസ് സിസ്റ്റം. ഹോൾ ബേസ് സിസ്റ്റത്തിൽ ഹോൾ അതിൻ്റെ സൈസ് ഫിക്സ്ഡ് ആണ്, ഷാഫ്റ്റിൻ്റെ സൈസ് വേരി ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിറ്റ് കിട്ടുന്നു. ഷാഫ്റ്റ് ബേസ് സിസ്റ്റത്തിൽ ഷാഫ്റ്റിൻ്റെ സൈസ് സെയിം ആണ്, ഹോളിൻ്റെ സൈസ് വേരി ചെയ്തുകൊണ്ട് ഡിഫറെൻറ്റ് ഫിറ്റ്സ് കിട്ടുന്നു. അപ്പോൾ അതേ കാര്യങ്ങളാണ് വീണ്ടും കാണിക്കുന്നത്. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഹോൾ ബേസിസ് സിസ്റ്റം ആൻഡ് ഷാഫ്റ്റ് ബേസിസ് സിസ്റ്റം. ഹോൾ ബേസ് സിസ്റ്റത്തിൽ എന്താണ്? ലോവർ ഡീവിയേഷൻ, ഹോളിൻ്റെ ലോവർ ഡീവിയേഷൻ സീറോ ആണ്. ഷാഫ്റ്റ് ബേസ് സിസ്റ്റത്തിൽ ഷാഫ്റ്റിൻ്റെ അപ്പർ ഡീവിയേഷൻ സീറോ ആണ്. ദെൻ ലിമിറ്റ്സ് ഓൺ ദ ഹോൾ ആർ കെപ്റ്റ് കോൺസ്റ്റൻറ്റ്, ലിമിറ്റ്സ് ഓൺ ദ ഷാഫ്റ്റ് ആർ കെപ്റ്റ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇവിടെ ഹോളിനെ സംബന്ധിച്ച് ഹോളിൻ്റെ ലിമിറ്റ് കോൺസ്റ്റൻ്റ് ആണ്, ഷാഫ്റ്റ് ബേസ് സിസ്റ്റത്തിന് ഷാഫ്റ്റിൻ്റെ ലിമിറ്റ് കോൺസ്റ്റൻ്റ് ആണ്.
Preferred in mass production, not suitable for mass production. Easy to vary the shaft sizes, but difficult to vary the hole sizes. ഇനിയുള്ളത് കുറച്ച് എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ആ എക്സാമ്പിൾസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നോക്കാം. എങ്ങനെയാണ് മെട്രോളജിയിൽ ഫിറ്റ്സ്, ലിമിറ്റ്സ്, ടോളറൻസ് ഒക്കെ വെച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിറ്റുകൾ വെച്ചുകൊണ്ട് പ്രോബ്ലംസ് ചോദിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.